നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിയുടെ ബാഴ്സലോണയെ, ലാമിൻ യമാലിൻ്റെ ബാഴ്സലോണയെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് നോക്കൗട്ട് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഡിയേഗോ സിമിയോണി സന്തോഷത്തോടു കൂടി പറയുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അഗ്രിഗേറ്റ് 3-2 ബാഴ്സലോണയെ പരാജയപ്പെടുത്തി വിജയിച്ച് കയറിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഒപ്പം അദ്ദേഹം പറയുന്നു, രണ്ടാം പാദത്തിലെ ബാഴ്സയുടെ കളി കണ്ട് ഞെട്ടിപ്പോയി, അവിശ്വസനീയമെന്ന് തോന്നിപ്പോയി. ഈ ബാഴ്സയുടെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ? അവർ കളി സ്റ്റാർട്ട് ചെയ്ത രീതി നിങ്ങൾ കണ്ടില്ലേ? ശരിയാണ്, സ്റ്റാർട്ട് ചെയ്തപ്പോൾ മിന്നും കളിയാണ്. 2 ഗോളുകൾ അവർ ഉടൻ തന്നെ മടക്കി അടിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ഏതായാലും 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും ബാഴ്സ തന്നെയായിരുന്നു കളിയിൽ ആധിപത്യം പുലർത്തിയത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കോച്ച് ഡിയേഗോ സിമിയോണി പറയുന്നു, ഹാവ് യു സീൻ ബാഴ്സലോണ? നിങ്ങൾ കണ്ടില്ലേ ബാഴ്സലോണയെ? എങ്ങനെയാണ് അവർ കളിക്കുന്നത് എന്ന്. ആ സ്പീഡ്, അവരുടെ മികവ്, അവരുടെ ക്വാളിറ്റി തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ കളി സ്റ്റാർട്ട് ചെയ്ത ഘട്ടത്തിൽ അവരുടെ പ്രകടനം കണ്ടിട്ട് എനിക്ക് അവിശ്വസനീയം എന്നാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാജിക്കൽ നൈറ്റ് തന്നെയാണ്. ഇത്തരം രാത്രികളിൽ തീർച്ചയായിട്ടും ഈ രാത്രികളിലെ പ്രകടനങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തും. ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ബാഴ്സലോണയെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് 3 തവണ ഞങ്ങൾ നോക്കൗട്ട് ചെയ്തു. അത് എളുപ്പമല്ല. ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഈസി ടു നോക്ക് ഔട്ട് ബാഴ്സലോണ ഫ്രം ദി ക്വാർട്ടർ ഫൈനൽസ് 3 times. ബാഴ്സലോണ ആരുടെ ബാഴ്സലോണയാണ്? മെസ്സിയുടെ ബാഴ്സലോണ, ലിയോ മെസ്സിയുടെ ബാഴ്സലോണ, ദെൻ ഇപ്പോൾ ലാമിൻ യമാലിൻ്റെ ബാഴ്സലോണ. അവരെയാണ് ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നത് എന്ന് ആവേശത്തോടു കൂടി ഡിയേഗോ സിമിയോണി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.